ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഡെഡ് ഇക്കോണമി എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചത്. ലോകത്തെ ഏറ്റവും വളരുന്നതെന്ന് നമ്മുടെ സർക്കാർ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന സംവിധാനമാണിത്. അത് ചത്തു മണ്ണടിഞ്ഞു എന്ന് ട്രംപ് പറയാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണ്? GDP വളർച്ചാ നിരക്കിൽ അമേരിക്ക ഉൾപ്പെടെ ബഹുദൂരം പിന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാരണം വരുന്നുണ്ടോ? ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ കള്ളം ചേരുന്നുണ്ടോ? കുതിച്ചുയരുന്നു എന്ന് പറയുന്ന നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു പൊളിച്ചുപണി വേണ്ടതുണ്ടോ? കൂടുതൽ തകരാതിരിക്കാൻ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ അനിവാര്യമാണോ? ഇന്ത്യയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണോ നരേന്ദ്രമോദി പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുന്നു. മരിച്ചോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ? And as you know, we put a 50% tariff on India. कभी भी समझौता नहीं करेगा. आज भारत तैयार है. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൂട്ടുകച്ചവടം തുടരുന്ന റഷ്യയും ഇന്ത്യയും ഡെഡ് ഇക്കോണമീസ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പറയുന്നതിലെ പഞ്ചിന് ഒരുപക്ഷെ ട്രംപ് പ്രയോഗിച്ചതാണെങ്കിലും അല്ലെങ്കിലും അത് വളരെ വേഗത്തിൽ ചർച്ചയായി. ട്രംപ് പറഞ്ഞതാണ് ശരിയെന്ന് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പ്രസ്താവിച്ചു. പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ സത്യമറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. GDPയിൽ മുൻനിരയിലുള്ള 4 രാജ്യങ്ങളെ നമുക്കെടുക്കാം. അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യ, ഈ 4 രാജ്യങ്ങളെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു ചാർട്ടിലേക്ക് പോകാം. അതായത് 30 വർഷം മുൻപ് 1995 കറന്റ് പ്രൈസിൽ അമേരിക്കയുടെ GDP $7,640 ബില്യൺ ആണ്. ഇപ്പോൾ അഥവാ 2025 വരുമ്പോൾ അത് 30,507 ആണ്. ചൈനയുടെ കാര്യത്തിലേക്ക് വന്നാൽ 1995 738, ഇപ്പോൾ 2025 അത് 19,232. ജർമ്മനിയുടേത് 1995 2,595, ഇപ്പോൾ 4,745. ഇന്ത്യയുടേത് 30 വർഷങ്ങൾക്ക് മുൻപ് 360, ഇപ്പോൾ 4,187. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകും. 1995 738 മാത്രമുണ്ടായിരുന്ന ചൈനയാണ് ഏറ്റവും വളർന്നത്. ഇപ്പോൾ 19,232 വളർച്ച. അതായത് 30 വർഷം കൊണ്ട് 26% അതിഗംഭീരമായ വളർച്ചയാണ്. അമേരിക്ക 30,507 ബില്യൺ ഉയർന്നു. അതൊരു സ്റ്റഡി വളർച്ചയാണ്. ഇപ്പോഴും ചൈനയുമായി 11,000 ബില്യൺ വ്യത്യാസമുണ്ട്. ജർമ്മനി 2,595 നിന്ന് 4,745 മാത്രമാണ് വളർന്നിരിക്കുന്നത്. അതായത് 2% മാത്രമേ ഉള്ളൂ വളർച്ച. ഇന്ത്യ 360 നിന്ന് 4,187 ബില്യൺ എത്തിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളുടെ വളർച്ചാ നിരക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ ഈ ചൈനയുടെ വളർച്ചയുമായിട്ടൊന്നും നമ്മുടെ രാജ്യത്തിന് ഒരു താരതമ്യം പോലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും, എന്തുകൊണ്ട് ഇന്ത്യയെ ഡെഡ് ഇക്കോണമി എന്ന് പറയുന്നു? അങ്ങനെ പറയാൻ കഴിയുമോ ട്രംപിന് എന്നുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അത് നമ്മുടെ കയ്യിലുണ്ട്. ഈ വളർച്ചാ നിരക്ക് അനുസരിച്ച് 6.4% നമ്മുടെ GDP വളർച്ച എന്ന് പറയുന്നത്. IMFൽ നിന്നും പടിയിറങ്ങാൻ ഒരുങ്ങുന്ന ഗീതാ ഗോപിനാഥ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട GDP നിരക്കും ഇന്ത്യയുടെ ഈ വളർച്ച സമ്മതിക്കുന്നുണ്ട്. ആ കണക്കനുസരിച്ച് ചൈന 4%, അമേരിക്ക 1.8% മാത്രമാണ് വളരുന്നത്. ജർമ്മനി ആണെങ്കിൽ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. ഇന്ത്യ അഭിമാനകരമായ നിലയിലാണ് എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് ട്രംപ് പറഞ്ഞു നമ്മുടെ ഇക്കോണമി മരിച്ചു എന്ന്? ഇവിടെ മരിച്ചു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ജർമ്മനിയാണ്. 0%, ഒന്നും എടുത്തു പറയാനായിട്ടില്ല, മരിച്ചു നിൽക്കുന്ന ജർമ്മനിയാണ്. അമേരിക്കയും GDP വളർച്ചാ നിരക്കിലെ ശതമാനം എപ്പോഴും യഥാർത്ഥ കണക്ക് കാണിക്കില്ല എന്നാണ് പറയാറുള്ളത്. അതറിയാനുള്ള മാർഗമാണ് ആളോഹരി GDP. ഒരു രാജ്യത്തെ വളർച്ചയിൽ ഓരോ പൗരനും എന്ത് കിട്ടുന്നു എന്ന കണക്കാണ് ആളോഹരി GDP. നമുക്ക് ആ കണക്ക് കൂടി നമ്മുടെ കയ്യിലുണ്ട്. നോക്കാം. അമേരിക്കയുടെ ആളോഹരി GDP അത് $89,105 ആണ്. വളർച്ചാ നിരക്കില്ല എന്ന് പറഞ്ഞ ജർമ്മനിയുടെ നോക്കൂ, 55,911. ചൈനയുടേത് 13,687. തൊട്ട് താഴെ ഇന്ത്യയുടേത് 2,878.
ഇനി ഒരു സത്യം കൂടിയുണ്ട്. ആളോഹരി GDP-യിൽ ഇന്ത്യ ലോകത്ത് 137-ാം സ്ഥാനത്താണ്. സമ്പദ് ശക്തി എന്ന നിലയിൽ നമ്മൾ 4-മോ 3-മോ ആണെന്ന് പറയുമ്പോഴും ഈ ആളോഹരി GDP-യിൽ വളരെയേറെ പിന്നിലാണ് നമ്മുടെ രാജ്യം. അതായത് ഇന്ത്യയുടെ പൗരന്മാരിലേക്ക് വളർച്ച എത്തുന്നില്ല എന്ന് മറ്റ് രാജ്യങ്ങൾ പറയുന്നത് ഇതും കൂടി കൊണ്ടാണ്. അപ്പോൾ ഒരു സത്യമേ ഉള്ളൂ, ലോകമെങ്ങും ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട്. അത് അമേരിക്കയുടെയും ജർമ്മനിയുടെയും ചൈനയുടെയും ഒക്കെ കണക്കുകളിൽ വ്യക്തവുമാണ്. ഈ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് വികസിത രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ നിലകൊള്ളുന്നത്. അമേരിക്കയിലേക്ക് കയറ്റുമതി മുടങ്ങുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത് അത് നമ്മുടെ വളർച്ചാ നിരക്കിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി അമേരിക്ക പറയുന്നത് പോലെ ധാരണയിലെത്തി അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിലേക്ക് എത്തി എന്ന് കരുതൂ, അതും നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും പകരം അമേരിക്ക അയക്കുന്ന സാധനങ്ങൾ നമ്മുടെ വിപണികളിൽ നിറയാൻ തുടങ്ങും. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്പദ് വ്യവസ്ഥയുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വളർച്ചാ നിരക്കിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2015 ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് നമ്മൾ ഈ കാണുന്നത് പോലെ 6.2% നമുക്ക് വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ടൊരു വളർച്ചാ നിരക്കൊക്കെ ഉണ്ടെങ്കിലും ആ കയറ്റം കുറയുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിരവധി പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് സത്യം. എങ്കിലും ചരമഗീതം പാടാനുള്ള നേരമായിട്ടില്ല. ലോകത്തെ മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും വളരെ ഭേദപ്പെട്ട നിലയിലുമാണ്.